ജീവനുള്ള ഭാഷയിൽ നിരന്തരം വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടും. ഓരോ വിഷയത്തിലും പുതുതായി ചില വാക്കുകൾ നിഘണ്ടുവിൽ ചേർക്കാറുണ്ട്. ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ചില വാക്കുകൾ ഉണ്ടാകും. നിലവിലുള്ള ചില വാക്കുകൾക്ക് ഉപയോഗം കൊണ്ട് മറ്റൊരു നാനാർത്ഥം രൂപപ്പെടുകയും ചെയ്തേക്കാം. ചിലപ്പോൾ ചില പുത്തൻ വാക്കുകൾ ഉണ്ടായി വരികയും ചെയ്യും. മെറിയം വെബ്സ്റ്റർ എന്ന നിഘണ്ടു പ്രസാധകർ ഈ വർഷത്തെ വാക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്ലോപ്പ് എന്ന വാക്കിനെയാണ്. പണ്ട് മുതലേ നിലവാരം കുറഞ്ഞ ചളി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ വാക്കിന്റെ പുത്തൻ അർത്ഥം എന്താണെന്ന് നോക്കാം. ഈ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട മറ്റു വാക്കുകൾ ഏതെല്ലാമാണ്? ആദ്യം RDX റാപ്പ് നോക്കാം. മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ എഡിറ്റർമാർ സ്ലോപ്പ് എന്ന വാക്കിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെ: അസംബന്ധ വീഡിയോകൾ, അസാധാരണമായ പരസ്യചിത്രങ്ങൾ, തട്ടിപ്പ് പ്രചാരണം, യഥാർത്ഥമായി തന്നെ തോന്നിപ്പിക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ, നിർമ്മിത ബുദ്ധിയിൽ എഴുതിയ പുസ്തകങ്ങൾ, സംസാരിക്കുന്ന പൂച്ചകൾ, അല്ലെങ്കിൽ അതുപോലെ ഡിജിറ്റൽ ധാരാളിത്തം കൊണ്ട് അരോചകമായി തീർന്ന മറ്റ് ചിത്രീകരണങ്ങൾ. ഇതിനെയെല്ലാം നമുക്ക് ഒറ്റ വാക്കിൽ സ്ലോപ്പ് എന്ന് വിളിക്കാം. മുൻപ് ഇംഗ്ലീഷിൽ ചെളി എന്ന അർത്ഥത്തിലാണ് സ്ലോപ്പ് ഉപയോഗിച്ചിരുന്നത്. എല്ലാത്തിലേക്കും ഒലിച്ചിറങ്ങി വൃത്തികേടാക്കുന്ന ചെളി. മലയാളത്തിൽ ചളി പറയുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതിന്റെ നിർമ്മിത ബുദ്ധിക്കാലത്തെ പുത്തൻ ആംഗലേയ പ്രയോഗമാകുന്നു സ്ലോപ്പ്. കുറച്ചുകൂടി ലളിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ മൂല്യമില്ലാത്ത ഡിജിറ്റൽ നിർമ്മിതികൾ, ചുരുക്കത്തിൽ ഡിജിറ്റൽ ചവറുകളാണ് സ്ലോപ്പ്. മനുഷ്യന്റെ ചിന്താശേഷിയെയും സർഗാത്മകതയും നിർമ്മിത ബുദ്ധി തിന്നു തീർക്കുമോ എന്നതാണ് പുതിയ കാലത്തിന്റെ ഒരു ഭീഷണി. ഒരു ഭൗതിക അധ്വാനവുമില്ലാതെ വരണ്ട പ്രോംപ്റ്റുകൾ നിരന്തരം ഡിജിറ്റൽ ഉള്ളടക്കം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വിളിക്കാൻ നമ്മുടെ കാലവും ഭാഷയും പരിഹാസപരമായ ഒരു വാക്ക് നിർമ്മിച്ചിരിക്കുന്നു: സ്ലോപ്പ്. RDX റാപ്പ്, ന്യൂസ് മലയാളം. വാക്കുകൾ പരിശോധിക്കാം. സ്ലോപ്പ്: കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അസാധാരണ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താഴ്ന്ന നിലവാരമുള്ള ഡിജിറ്റൽ ഉള്ളടക്കം. ഈ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതായി മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി കണ്ടെത്തിയ മറ്റു വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടച്ച് ഗ്രാസ്: ഓൺലൈനിൽ മുഴുവൻ സമയവും ചെലവഴിക്കുന്നവർ ലോഗ് ഓഫ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. താരിഫ്: ചുങ്കം, തീരുവ എന്ന അർത്ഥം തന്നെ, പക്ഷേ ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടു. 6-7 എന്ന പ്രയോഗം പോയ വർഷം ജൻസികൾക്കിടയിൽ തരംഗമായി. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഒരു റാപ്പ് ഗാനത്തിൽ നിന്ന് വന്ന പ്രയോഗമാണ്. ഉപയോഗിക്കുന്ന സന്ദർഭത്തിനനുസരിച്ച് 6-7 അർത്ഥം ഉണ്ടാകുമെന്ന് ജൻസികൾ പറയുന്നു. കോൺക്ലേവ്: ഒരു സ്വകാര്യ യോഗം അല്ലെങ്കിൽ രഹസ്യ സമ്മേളനം. പോപ്പിന്റെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സ്ലാങ്ങായി മാറുകയും ചെയ്തു കോൺക്ലേവ് എന്ന് പറയുന്ന വാക്ക്. റേഡ് ബൈറ്റ്: ദേഷ്യം പിടിപ്പിച്ച ഒരു വെബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന തരം ഓൺലൈൻ തലക്കെട്ടിനെയാണ് റേജ് ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഈ വർഷത്തെ വാക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് റേജ് ബൈറ്റിനെയാണ്. പാരാസോഷ്യൽ എന്ന് പറയുന്ന വാക്കാണ് അടുത്തത്. ഇൻഫ്ലുവൻസർമാർ, AI ചാറ്റ് ബോട്ടുകൾ എന്നിവരുമായുള്ള ഏകപക്ഷീയ വൈകാരിക ബന്ധത്തെയാണ് ഇങ്ങനെ പറയുന്നത്. കേംബ്രിഡ്ജ് ഡിക്ഷണറി ഈ വർഷത്തെ വാക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പാരാസോഷ്യൽ ആണ്. Dictionary.com തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ വർഷത്തെ വാക്കും 6-7 ജെൻസി വൈറൽ ഇന്റർനെറ്റ് സ്ലാങ്ങിനെയാണ്. Glassdoor.com തെരഞ്ഞെടുത്തിരിക്കുന്ന 2025 വാക്ക് വർദ്ധിച്ചു വരുന്ന തൊഴിൽ സമ്മർദ്ദം കാരണം പരക്കെ ഉപയോഗപ്പെട്ടിരിക്കുകയാണ് ഫാറ്റിക് എന്ന് പറയുന്ന വാക്ക്. വൈപ്പ് കോഡിംഗ് എന്ന് പറയുന്നത് മറ്റൊരു വാക്കാണ്. AI ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കുറുക്കു വഴിയെയാണ് വൈപ്പ് കോഡിംഗ് എന്ന് പറയുന്നത്. കോളിൻസ് ഡിക്ഷണറിയാണ് ഈ വാക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. മലയാള മനോരമ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്തിരുന്ന വാക്ക് തന്തവൈവായിരുന്നു. അതിനു മുമ്പ് മാപ്ര ഉണ്ടായിരുന്നു. 2000 ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ, ഞാനൊക്കെ ചെറുതാണല്ലോ. 2000 ഈ അടിപൊളി എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അന്ന് ഇവിടുത്തെ ഭാഷാശാസ്ത്രജ്ഞരും ഭാഷാ വിദഗ്ധരും എല്ലാം വലിയ വിമർശനം ഉന്നയിച്ചു എന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഞാനത് പറയാതിരിക്കുകയായിരുന്നു, അപ്പോഴത്തേക്കും ഇല്ലെന്ന് പറഞ്ഞു. അടിപൊളിയാണ് സത്യത്തിൽ. ഇങ്ങനെ പുതുതായിട്ട് ഭാഷയിലേക്ക് കടന്നു വന്ന ഒരു വാക്കിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കേട്ടത് അടിപൊളി. അതിനു മുമ്പ് ചെത്ത് എന്നൊരു വാക്കുണ്ടായിരുന്നു. അതെ, ചെത്ത് എന്ന് വെച്ചാൽ കള്ള് ചെത്തൊക്കെയാണ് ആ കാലം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ചെത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഏതാണ്ട് അടിപൊളി എന്നൊക്കെ സ്റ്റൈൽ എന്നൊക്കെ അർത്ഥത്തിൽ വന്നതും അതിനു മുമ്പാണ്. പക്ഷേ അന്ന് ചെത്തിനെ പറ്റി അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അതിനു മുമ്പാണ്. ഇതിനെപ്പറ്റി എന്താ പറയുക, ഇപ്പോൾ സ്ലോപ്പ് എന്നൊരു വാക്കാണ് അത്ര ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മെറിയം വെബ്സ്റ്റർ. സ്ലോപ്പിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ചളിയടിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗൗരവതരമായിട്ട് ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു വാക്കായിട്ട് വന്നിരിക്കുന്നത് ചളിയടി. ഇതിപ്പോൾ വാക്ക് പുതിയതാണെങ്കിലും ഈ അർത്ഥം പുരാതനമായിട്ടുള്ള മനുഷ്യരുള്ള കാലം തൊട്ട് ഇമാതിരി ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് പക്ഷേ ഡിജിറ്റൽ ആംഗിൾ വന്നിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ, ഇപ്പോൾ പണ്ടൊക്കെ വാക്കുകൾ വരുന്നത് എവിടെ നിന്നാണ്? ആ ജീവിതത്തിൻ്റെ ഭൗതികമായ പരിസരത്തു നിന്നാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പം അടിപൊളിയാണെങ്കിലും എന്താണ്, ആ ശബ്ദത്തിൻ്റെ ബഹളമൊക്കെ ആയിരിക്കണം.
ചെത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കള്ള് ചെത്തുന്നോ അല്ല അങ്ങനെ എന്തെങ്കിലും ചെത്ത്, ഞങ്ങളുടെ തലശ്ശേരി ചെത്തൈസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം. ചെത്തിനൊരു അർത്ഥമുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മുടെ ഈ ഡിജിറ്റൽ സ്പേസിൽ നിന്നാണ് ഏതാണ്ടെല്ലാം വരുന്നത്. ഇപ്പം എന്താണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഈ തലച്ചോറ് ആകെപ്പാടെ മിസ്സായി പോകുന്ന ഒരു വാക്ക് വന്നില്ലേ, എന്തായിരുന്നു അത് ഞാൻ മറന്നു. അങ്ങനെ മറക്കാൻ പാടില്ലാത്തതാണ്, മറന്നു. ഇതിങ്ങനെ വല്ലാതെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബുദ്ധിശേഷി ആകെ പോയി പോകുന്ന പരിപാടിയുണ്ട്, അതിനെപ്പറ്റിയുള്ള വാക്കുകൾ. അപ്പോൾ അത്തരം വാക്കുകളെല്ലാം വരുന്നത് ഇപ്പോൾ ഡിജിറ്റൽ കണ്ടൻറ്റിൽ നിന്നാണ്. ഭൗതികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള നമ്മുടെ നടന്നു പോകുന്ന നാട്ടും പുറത്തുനിന്ന് അപ്പുറത്തും പുറത്തുനിന്നല്ല വാക്കുകൾ ഇപ്പോൾ വരുന്നത്. മുൻകാലങ്ങളിലാണ് അത് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്നത് മുഴുവൻ ഡിജിറ്റൽ സ്പേസിൽ നിന്നാണ്. പ്രത്യേകിച്ച് പാട്ടുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, പാരാസോഷ്യൽ എന്നൊരു വാക്കുണ്ടല്ലേ, ഇപ്പോൾ സ്ലോപ്പ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാക്കാണ്. എല്ലാം വരുന്നത് നമ്മൾ പെരുമാറുന്ന സാമൂഹ്യ മാധ്യമ ഡിജിറ്റൽ ലോകത്ത് നിന്നാണ്, സാധാരണമായ ഭൗതികമായിട്ടുള്ള ലോകത്ത് നിന്നല്ല. അപ്പോൾ മനുഷ്യർ ചെലവഴിക്കുന്ന ആ ലോകം, കൂടുതൽ സമയം ചെലവഴിക്കുന്ന ലോകം സോഷ്യൽ മീഡിയ ലോകവും ഡിജിറ്റൽ ലോകവുമായി മാറുന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടെയായിരിക്കണം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതൊക്കെ കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത്തരം വാക്കുകൾ വരുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഈ വർഷം ഇനിയിപ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കുകളൊക്കെ വരും. മലയാള ഭാഷയിലും വരുന്നത് ഇതുപോലുള്ള ഒരുപക്ഷെ നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കുന്ന ഫിസിക്കൽ ഭൗതിക ലോകത്തിന് അപ്പുറത്ത് നിന്നുള്ള ലോകത്തു നിന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ AI ഒക്കെ കാലം വരുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അടിപൊളി ഒരുപാട് കാലം നീണ്ടു നിന്നു. ഇപ്പോൾ 2000 വന്നപ്പോൾ 25 ഇപ്പോഴും അടിപൊളി എന്ന് പല പാട്ടുകളുടെയും സിനിമകളുടെയൊക്കെ താഴെയൊക്കെ വിശേഷിപ്പിക്കാൻ വേണ്ടി ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന പല വാക്കുകളും പെട്ടെന്ന് പോവുക. ഇപ്പോൾ പൂക്കി എന്ന് പറയുന്നൊരു വാക്ക് വന്ന് ഭയങ്കര പോപ്പുലറായല്ലോ. അപ്പോൾ നമ്മളതെടുത്ത് 1-2 പരിപാടികൾക്കൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ചെറുപ്പക്കാരായുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ തീരെ ചെറിയ കുട്ടികൾ പറയുന്നത് പൂക്കിയൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്, ആരും ഉപയോഗിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ചെറുപ്പക്കാരുടെയും ജെൻസിയുടെയും അതിനുശേഷമുള്ള പിള്ളേരുടെയൊക്കെ കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണെന്ന് വിചാരിച്ചിട്ട് നമ്മളതെടുത്തിട്ട് പ്രോഗ്രാമിലേക്ക് പേരിടുമ്പോഴേക്കും അത് പഴഞ്ചനായി പോകണമെന്ന് വെച്ചാൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത്രയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെന്താ തോന്നുന്നത്? ഉറപ്പായി എനിക്ക് അതൊക്കെ തന്നെയാണ് തോന്നുന്നത്. വാക്കുകളും ഭാഷ ഇങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന പോലെ ഇനിയിപ്പം നമ്മൾ ഭൗതികമായി ജീവിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കില്ല ഭാഷ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുക. കൂടുതൽ മനുഷ്യർ ഡിജിറ്റലിലാണ് ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മായാലോകത്ത് നിന്നായിരിക്കും കൂടുതൽ വാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ മാറിക്കൊണ്ടേയിരിക്കും. അതിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നും കൂടെ തോന്നുന്നുണ്ടല്ലേ, പലയിടങ്ങളിലും വരുന്നുണ്ട്. അല്ല, വാക്കുകൾ മാറുന്നത് സ്വാഭാവികമായിട്ടും ഭാഷയിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഇവിടെ നിന്നൊക്കെ വന്നതാണ്. ഇപ്പം നമ്മൾക്കറിയാത്ത ഒരുപാട് വാക്കുകൾ, ഇപ്പം ബെഞ്ച്, ചെയർ, ബെഞ്ച്, കസേര, അങ്ങനെ പല നമ്മൾ സാധാരണഗതിയിൽ മലയാളം എന്ന് കരുതി ഉപയോഗിക്കുന്ന പല വാക്കുകളും മലയാളമല്ല, പല രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിത പരിസരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു 100 വർഷം മുമ്പ് കോട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 500 വർഷം മുമ്പ് 200 വർഷം മുമ്പ് കോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ വാക്കുകളൊക്കെ അങ്ങനെ വരുന്നത്. ഇപ്പോൾ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സ് ചെന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന വിക്രമാദിത്യ രാജാവാണ് ഏറ്റവും ശക്തനായുള്ള ഹിന്ദു രാജാവെന്നാണ്. അപ്പോൾ വിക്രമാദിത്യ രാജാവിനോട് ചെന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ പോയിട്ട് നിങ്ങളൊരു ഹിന്ദു രാജാവ് അല്ലേ എന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് മനസ്സിലാവുക തന്നെയല്ല എന്നാണ് പറയുന്നത്. ആ കാലത്ത് ഹിന്ദു എന്നൊരു വാക്കില്ല, മതവും ഇല്ല. മൂപ്പർക്ക് അറിയില്ല മൂപ്പർ ഹിന്ദു രാജാവാണെന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പരിചയിച്ച് നമുക്ക് അറിയുമ്പോഴേ ഈ കാര്യങ്ങൾ ഇത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോഴേ സംഗതിക്ക് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൊച്ചു ഭൂമിയിൽ 7000-ലധികം ഭാഷകളുണ്ട്. ലിപി ഉള്ളതും ഇല്ലാത്തതുമായി എല്ലാം ഇങ്ങനെയുണ്ട്. പ്രതിവർഷം ലോകത്തെ ഏതാണ്ട് 20 ഭാഷകൾ വരെ മരിച്ചു പോകുന്നുവെന്നാണ് ഒരു കണക്ക്. സംസാരിക്കുന്നവരുടെ എണ്ണം കുറയുക, യുവതലമുറകളിലേക്ക് കൈമാറപ്പെടാതിരിക്കുക, പ്രബലമായ ഭാഷകളിലേക്ക് ലയിച്ചില്ലാതാവുക, കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടാതിരിക്കുക, ഇതൊക്കെയാകാം ഭാഷകൾ മരിക്കാൻ കാരണം. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പുതിയ പദങ്ങൾ വരുന്നത് ഭാഷയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. 2024 വാക്കായി മനോരമ ദിനപത്രവും വായനക്കാരും ചേർന്ന് തന്തവൈബ് എന്ന വാക്കിനെ തെരഞ്ഞെടുത്തത് നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ. ഭാഷാ ശുദ്ധവാദിക്കാർക്ക് പ്രതിഷേധം കാണും, പക്ഷേ ഭാഷ തുടരുന്നു എന്നതിന് തെളിവാണ് പുത്തൻ വാക്കുകൾ. അത് നമ്മുടെ കാലത്തെയും ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്നു, സമൂഹത്തെ, സാമൂഹിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വിഷയത്തിലേക്ക്.